ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC റിസൾട്ടിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് +1 അലോട്ട്മെന്റ് എന്താണ് എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൃത്യമായിട്ടും അലോട്ട്മെന്റ് എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. മാത്രമല്ല, ഈ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം അവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാവും, രക്ഷിതാക്കൾക്ക് ഉപകാരപ്രദമാവും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഹെൽപ്ഫുള്ളായ രീതിയിൽ ഈ ചാനൽ വരും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ ഔട്ട് ആരംഭിച്ച ഓപ്പൺ ഔട്ട് പ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും ഉണ്ട്. ഓക്കെ, ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് +1 അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ? എന്താണ് +1 അലോട്ട്മെന്റ്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലെ +1 സീറ്റുകളിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ നൽകാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് അലോട്ട്മെൻറ്റ്. ഒരു പ്രക്രിയ, എന്തായാലും പറയാം, ഒരു പരിപാടിയുടെ പേരാണ് അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിയന്ത്രിതമായിട്ടുള്ള ഒരു പരിപാടി. അതായത് ഇതിലെ കാര്യങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരാൾ വന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് തരികയല്ല, മറിച്ച് കമ്പ്യൂട്ടർ നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ ബോണസ് പോയിന്റും എല്ലാം പരിഗണിച്ചുകൊണ്ട്, മാർക്ക് മീൻസ് നിങ്ങളുടെ ഗ്രേഡും ബോണസ് പോയിന്റും എല്ലാം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ നൽകുന്ന രീതിയാണ് അലോട്ട്മെന്റിൽ ഉള്ളത്. ഓക്കെ, സോ എങ്ങനെയാണ് അലോട്ട്മെന്റ് നടക്കുന്നത് എന്ന് ആദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാം. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുറേ സ്കൂളുകളുണ്ട്. 5-8 സ്കൂൾ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ഏരിയയിലൊക്കെ ഉണ്ടെന്ന് കരുതുക. ഈ സ്കൂളുകളിൽ ഏതെങ്കിലും ഒന്നിൽ അഡ്മിഷൻ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പണ്ടത്തെ രീതിയായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഈ 8 സ്കൂളിലും പോയിട്ട് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കേണ്ടിയിരുന്നു, പണ്ടത്തെ രീതി പ്രകാരം. എന്നാൽ കമ്പ്യൂട്ടർ നിയന്ത്രിതമായ അലോട്ട്മെന്റ് വന്നതോട് കൂടിയിട്ട് ഒരു കുട്ടിക്ക് ഓൺലൈനായിട്ട് ഈ സ്കൂളുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരൊറ്റ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്താൽ മതി. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഏതൊക്കെ സ്കൂൾ, നിങ്ങളുടെ ജില്ലയിലെ ഏത് സ്കൂളുകളിലേക്ക് വേണമെങ്കിലും, എത്ര സ്കൂളുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ആദ്യത്തെ പോയിന്റ്. നിങ്ങളുടെ ജില്ലയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ എത്ര സ്കൂളുകളിലേക്ക് വേണമെങ്കിലും ഒറ്റ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതിൽ നിങ്ങൾ സ്കൂൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് എത്ര സ്കൂൾ വേണമെങ്കിലും കൊടുക്കാം, ഏത് സ്കൂൾ, പക്ഷേ ഒരു ജില്ലയിലേക്ക് ഒരു ആപ്ലിക്കേഷനെ പറ്റൂ എന്ന് മാത്രം. ഓക്കെ, സോ ഇതാണ് അലോട്ട്മെന്റിൽ നടക്കുക. സോ ഇനി സ്റ്റെപ്പായിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. മെയ് 16 ആരംഭിച്ച് 25 വരെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഈ കുട്ടികളെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്ത് അവരുടെ മാർക്കിനും അവരുടെ ഗ്രേഡും മറ്റെല്ലാം പരിഗണിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം തന്നെയുണ്ട്. ആ സംവിധാനത്തിൻ്റെ പേരാണ് ഏകജാലക സംവിധാനം അഥവാ സിംഗിൾ വിൻഡോ സിസ്റ്റം. ഓക്കെ, SWS എന്ന് പറയും, സിംഗിൾ വിൻഡോ സിസ്റ്റം അഥവാ ഏകജാലക സംവിധാനം. ഈ ഏകജാലക സംവിധാനം വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ, സോ ഇനി കേൾക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മെയ് 16 മെയ് 25 ഇടയിലുള്ള ദിവസങ്ങളിൽ ആദ്യം നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.hscap.kerala.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഓൺലൈനായിട്ട് ആദ്യം അപേക്ഷിക്കണം. അത് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം, നിങ്ങളുടെ ഫോൺ നമ്പറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും. ആ പാസ്വേഡും യൂസർ നെയിമും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ സെൻ്ററുകൾ വഴിയോ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തരാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം പോകാൻ താല്പര്യമുള്ള സ്കൂൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കണം. ആ സ്കൂളിൽ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹം അത് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കണം. രണ്ടാമതായിട്ട് ആദ്യത്തെ സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ പിന്നെ പോകാൻ താല്പര്യമുള്ളത് ആ സ്കൂളും കോഴ്സും കൊടുക്കണം. അങ്ങനെ നിങ്ങൾ എത്ര സ്കൂളുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ
അങ്ങനെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കും. എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നും അപേക്ഷ അപ്ലൈ ചെയ്യേണ്ട രീതി എന്താണ് എന്നെല്ലാം ഉള്ളത് പ്രത്യേകം വീഡിയോയുടെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മെയ് 16 മുതൽ 25 വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ മെയ് 25 കൂടിയിട്ടൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം അവസാനിക്കല്ലോ. അത് അവസാനിച്ച് കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റ് ആണ് ആദ്യം വരിക. അത് ഇപ്പം നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റ് മെയ് 29 ട്രയൽ അലോട്ട്മെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ട്രയൽ എന്ന വേർഡ് കേട്ടാൽ തന്നെ അറിയാം. ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ഒരു ട്രയൽ ചെയ്ത് നോക്കുക, ട്രയൽ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്. ഓക്കെ, അത് ഒറിജിനൽ ആയിരിക്കില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിൽ കാണിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിങ്ങളുടെ നമ്മൾ അലോട്ട്മെന്റ് സമയത്ത് ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് നിങ്ങളുടെ ഗ്രേഡുകൾ ഏതൊക്കെയാണ് അതിലുണ്ടാവും. പ്ലസ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കാസ്റ്റ്, റിലീജിയൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും ബോണസ് പോയിന്റ് ഉണ്ടോ, നിങ്ങളുടെ ക്ലബ്ബുകൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ആപ്ലിക്കേഷൻ കൊടുക്കുമല്ലോ. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളും കോഴ്സും ഏതാണ് എന്നുള്ളത് ട്രയൽ അലോട്ട്മെന്റിൽ അവർ കാണിക്കും. ഇനി ഈ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിലും കിട്ടാൻ സാഹചര്യം ഇല്ലെങ്കിൽ അവരതും കാണിക്കും. നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ ഈ കൊടുത്ത സ്കൂളൊന്നും അഡ്മിഷൻ കിട്ടില്ല എന്ന് കാണിക്കും. അല്ലെങ്കിൽ എവിടെയാണോ അഡ്മിഷൻ കിട്ടുക അത് ഏതാണെന്നും അവിടെ എഴുതി കാണിക്കും. എന്ന് വെച്ചിട്ട് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടും വെച്ചിട്ട് നിങ്ങൾക്ക് നേരെ ആ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് വെറും ഒരു ട്രയൽ മാത്രമാണ്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് അവർ കാണിക്കുന്നേ ഉള്ളൂ ഇങ്ങനെയാണ് കിട്ടുകയെന്ന്. ഈ ട്രയൽ അലോട്ട്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് അവർ കൊടുത്ത ഡീറ്റെയിൽസ് ചിലപ്പോൾ തെറ്റായിരിക്കും. അവർ സെലക്ട് ചെയ്ത സ്കൂളുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർക്ക് ഇതൊക്കെ ഒന്ന് തിരുത്താനുള്ള അവസരമാണ്. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ ഇന്ന സ്കൂൾ കൊടുത്തതിൻ്റെ പ്രശ്നമായിരിക്കും എനിക്ക് ആവശ്യം വിചാരിച്ചത് കിട്ടാതെ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസിലെ പ്രശ്നമായിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ട്രയൽ അലോട്ട്മെന്റ് ശേഷമുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, എഡിറ്റ് ചെയ്ത് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വെച്ച് ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. അത് വെറും ട്രയൽ മാത്രമാണ്. അങ്ങനെ നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ കൺവേർഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് ആദ്യത്തെ അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. ആദ്യത്തെ അലോട്ട്മെന്റ് ആണെന്ത്, ഫസ്റ്റ് അലോട്ട്മെന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ഇപ്പം എനിക്ക് ജൂൺ ഫസ്റ്റ് വീക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടിൽ ഒരു റിസൾട്ട് വരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് കാണിക്കും, ചിലപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് കാണിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ രേഖകളെല്ലാം കൊടുത്ത് ജോയിൻ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിലായിരിക്കില്ല അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലാണ്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് അഡ്മിഷനും എടുക്കാം. പെർമനന്റ് അഡ്മിഷൻ എടുത്താൽ പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾ പരിഗണിക്കില്ല. ഇനി കിട്ടിയ സ്കൂൾ നിങ്ങൾക്ക് ഇത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടെമ്പററി എടുത്താൽ മതി, അടുത്ത അലോട്ട്മെന്റ് നിങ്ങളെ പരിഗണിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളുടെ ഓർഡറിലാണ് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തേ പറ്റൂ. പക്ഷേ അതല്ലാതെ വേറെ ഏത് സ്കൂൾ കിട്ടിയാലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് മറ്റ് ഏതെങ്കിലും സ്കൂൾ കിട്ടുമോ എന്ന് ശ്രമിക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്കൂളിലേക്ക് മാറാനും പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ 2 തരം അഡ്മിഷൻ ഉണ്ട്. ഒന്ന് പെർമനന്റ് അഡ്മിഷൻ, 2 ടെമ്പററി അഡ്മിഷൻ. പെർമനന്റ് എടുത്താൽ ആ സ്കൂളിൽ തന്നെ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ടെമ്പററി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തൽക്കാലം ജോയിൻ ചെയ്താൽ മതി, അടുത്ത അലോട്ട്മെന്റിലും കൂടി നിങ്ങളെ പരിഗണിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ, സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ സെക്കൻഡ് വീക്കിലാണെന്ന് തോന്നുന്നു. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതും ഇതേപോലെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എന്നൊക്കെ റിസൾട്ടിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഇഷ്ടം വിചാരിച്ച സ്കൂളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാം. വിചാരിച്ച സ്കൂൾ അല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യണം. പക്ഷേ ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി. ടെമ്പററി അഡ്മിഷൻ എടുത്താൽ നിങ്ങളെ തേർഡ് അലോട്ട്മെന്റ് പരിഗണിക്കും. വീണ്ടും അലോട്ട്മെന്റ് ഉണ്ട്. പെർമനന്റ് അഡ്മിഷൻ എടുത്താൽ അതോടുകൂടി നിങ്ങൾ ആ സ്കൂളിലെ കുട്ടിയായിട്ട് മാറി. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തേർഡ് അലോട്ട്മെന്റിൽ വീണ്ടും നിങ്ങളെ പരിഗണിക്കും. നിങ്ങൾക്ക് മറ്റ് സ്കൂളിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് കമ്പ്യൂട്ടർ വീണ്ടും ശ്രമിക്കും. അപ്പോൾ നേരെ ആ സ്കൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിട്ട് അടുത്ത അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം. പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്താൽ അടുത്ത അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും തേർഡ് അലോട്ട്മെന്റ് വരിക. തേർഡ് അലോട്ട്മെന്റോട് കൂടിയിട്ട് മെയിൻ ഘട്ടം അല്ലെങ്കിൽ മുഖ്യഘട്ട അലോട്ട്മെന്റ് അവസാനിക്കും. തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ കിട്ടുന്നത് അവിടെ പോയി നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തോളണം. തേർഡ് അലോട്ട്മെന്റിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തോളണം. അവിടെ പിന്നെ ടെമ്പററിയോ പെർമനന്റോ ഒന്നുമില്ല. തേർഡ് അലോട്ട്മെന്റ് എവിടെയാണോ കിട്ടിയത് അവിടെ പോയി അഡ്മിഷൻ എടുത്തോളണം. അപ്പം തേർഡ് അലോട്ട്മെന്റും കഴിയുന്നതോടുകൂടി മുഖ്യഘട്ടം അവസാനിച്ചു. അപ്പോഴും ഒരുപാട് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല.
ഈ കുട്ടികൾ എന്ത് ചെയ്യും? അവർ വെപ്രാളപ്പെടില്ലേ? പേടിക്കണ്ട, പിന്നീട് ഗവൺമെൻറ് പുതിയൊരു ലിസ്റ്റ് പുറത്തിറക്കും. ഏതൊക്കെ സ്കൂളുകളിലാണ് സീറ്റ് ഒഴിവുള്ളത് എന്നുള്ള പുതിയ ലിസ്റ്റ് പുറത്തിറക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് സീറ്റുള്ള സ്കൂളുകൾ നോക്കിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം. അതിനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുക. എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വീണ്ടും ഇതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ടാകും. അതിലൂടെ നിങ്ങൾ ഓരോരുത്തരായിട്ട് സ്കൂളുകളിൽ പ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ആദ്യത്തെ അലോട്ട്മെൻറ്റിലൊന്നും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിക്കോളുന്നില്ല, ഉറപ്പില്ല. ചിലപ്പം കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ ആരും പേടിക്കേണ്ട, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതും കിട്ടിയിട്ടില്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടമുണ്ട്. അങ്ങനെ പല 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 ഘട്ടങ്ങളായിട്ട് ഏതാണ്ട് 1.5-2 മാസത്തോളം നീളും. ഏതാണ്ട് ജൂലൈ 30 വരെ നീളും ഈ അലോട്ട്മെൻറ്റ് പരിപാടികൾ. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുന്നതോടുകൂടി സ്കൂൾ ക്ലാസ് തുടങ്ങും. മുഖ്യഘട്ടം കഴിയുമ്പോൾ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുന്നേ സ്കൂൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ കിട്ടാത്ത കുട്ടികൾ ക്ലാസ്സിൽ പോവാതെ ഒന്ന് വീട്ടിലിരിക്കേണ്ടി വരും, പിന്നെ കിട്ടിയിട്ടേ പോകാൻ കഴിയും. ഓക്കെ, ഇത് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ നിയന്ത്രിതമായൊരു പരിപാടിയാണ്. നമുക്കിതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് കമ്പ്യൂട്ടർ പല ഓപ്ഷൻസും മാറ്റി മറിച്ചോ കൊടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരും. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. സോ എന്താണ് അലോട്ട്മെൻറ്റ് എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് തോന്നുന്നു. ഞാനിപ്പോൾ പറഞ്ഞതിനെക്കുറിച്ചല്ലാതെ എന്തിനേക്കെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഞാൻ അത് റിപ്ലൈ ചെയ്യില്ല. മറിച്ച് ഞാൻ ഇതിൽ പറയാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും. ഓക്കെ, സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് അലോട്ട്മെൻറ്റ്. വീണ്ടും കാണാം.